അതായത് മനോജ് മൂത്തേടൻ്റെ ഭാഗ്യവും എൽദോസ് കുന്നപ്പള്ളിയുടെ നിർഭാഗ്യവുമാണ് ഈ പ്രാവശ്യം പെരുമ്പാവൂരുണ്ടായത്. എൽദോസ് കുന്നപ്പള്ളിയെ മാറ്റി നിർത്തേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്രാവശ്യവും ഈ എൽദോസ് കുന്നപ്പള്ളി പെരുമ്പാവൂരിൽ നിൽക്കുകയും വിജയിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ മന്ത്രിയാകാൻ വരെ സാധ്യതയുള്ള ഒരാളായിരുന്നു. അപ്പോഴും കോൺഗ്രസ് പാർട്ടിക്ക് ഉത്തരമില്ലാത്ത ഒരു ചോദ്യമുണ്ട്. PK ശശിക്ക് സീറ്റ് നൽകാമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റ് കൊടുക്കാൻ പാടില്ല? നമ്മുടെ എറണാകുളം ജില്ലയിൽ നിന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മുൻ MLA-മാരെ ആരെയും പരിഗണിക്കരുത്, ആർക്കും ഒരു സ്ഥാനവും കൊടുക്കരുത്. കാരണം അവർക്ക് MLA പെൻഷനുണ്ട്, അവർ MLA ആയിട്ട് ഈ നാടിനെ സേവിച്ചതാണ്. ഇനി അവർ വിശ്രമിക്കട്ടെ. നമസ്കാരം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപന സമയത്തൊക്കെ അത്യാവശ്യം വാർത്തകളിൽ നേടിയതും കുറച്ച് വിവാദമൊക്കെ ആയ ഒരു മണ്ഡലമാണ് പെരുമ്പാവൂര്. നമുക്കറിയാം, എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റ് കൊടുക്കാതെ മാറ്റി നിർത്തുകയും പിന്നീട് മനോജ് മൂത്തേടം വരികയും അദ്ദേഹം ജയിച്ചു. അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ലാതെ പോവുകയായിരുന്നു പാർട്ടിക്കുള്ളിൽ. പക്ഷേ ഈ അധികാര ശ്രേണിയിൽ ആളുമാറിയത് ആ നാടും അവിടുത്തെ നാട്ടുകാരും അറിഞ്ഞിട്ടില്ല എന്നൊക്കെ വാർത്തകളൊക്കെ വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും അവിടുത്തെ കാര്യങ്ങളിലൊക്കെ പലയിടത്തും മുന്നിട്ട് നടക്കുന്നത് മുൻ MLA ആണ് എന്നൊക്കെ കേൾക്കുന്നു. ഉള്ളത് തന്നെയാണോ? അതായത് മനോജ് മൂത്തേടൻ്റെ ഭാഗ്യവും എൽദോസ് കുന്നപ്പള്ളിയുടെ നിർഭാഗ്യവുമാണ് ഈ പ്രാവശ്യം പെരുമ്പാവൂരുണ്ടായത്. എൽദോസ് കുന്നപ്പള്ളിയെ മാറ്റി നിർത്തേണ്ട കാര്യമൊന്നുമില്ല. PK ശശി ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്രാവശ്യം UDF-ന്റെ പാനലിൽ മത്സരരംഗത്തിറങ്ങി എന്നുള്ള ഒരു വസ്തുത ഇരിക്കെ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ വന്നിട്ടുള്ള ഒരു കേസിന്റെ പേരിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തേണ്ട യാതൊരുവിധ കാര്യമില്ല. അത് പിന്നെ തള്ളിപ്പോവുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ എൽദോസ് കുന്നപ്പള്ളിയുടെ ഒരു നിർഭാഗ്യം കൊണ്ട് മാത്രമാണ് കഴിഞ്ഞ പ്രാവശ്യം പെരുമ്പാവൂർ മത്സരിക്കാൻ സാധിക്കാതിരുന്നതും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഇപ്പം XMLA എന്ന ഒരു പദവിയുമായിട്ട് നടക്കേണ്ടി വരുന്നതും. ഈ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുമ്പാവൂർ ബൈപ്പാസ് അത് 300 കോടി രൂപയുടെ ഒരു പദ്ധതിയാണ്. ഈ 300 കോടി രൂപയുടെ പദ്ധതി കൊണ്ടുവന്നതാരാണ്? ഈ എൽദോസ് കുന്നപ്പള്ളിയാണ്. ഈ കാലടിയിലെ സമാന്തര പാലത്തിന് റോജി M. ജോൺ MLA-യുടെയും അതോടൊപ്പം തന്നെ എൽദോസ് കുന്നപ്പള്ളിയുടെയും സജീവമായ ഒരു ഇടപെടലുണ്ട്. ആ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സമാന്തര പാലത്തിന്റെ നിർമ്മിതി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വരും വർഷങ്ങളിൽ തന്നെ അത് പൂർത്തിയാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൂടാതെ തന്നെ റയോൺസ് പൂട്ടുകയും അവിടെ തൊഴിലാളികൾക്ക് ഏകദേശം 78 കോടിയോളം രൂപ ലഭിക്കാനും ഒക്കെ ഉണ്ടായിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് 78 കോടി രൂപ ഈ പറഞ്ഞ തൊഴിലാളികൾക്ക് കൊടുപ്പിക്കുകയും അതിനുശേഷം അവിടെ ഇപ്പോൾ ഒരു ലാപ്ടോപ്പ് നിർമ്മാണ കേന്ദ്രം പ്രവർത്തിക്കുകയാണ്. ഈ 3 കാര്യങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൽദോസ് കുന്നപ്പള്ളിയെ മുദ്ര ചെയ്യുന്ന ഒന്നാണ് പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിൽ. ഇദ്ദേഹം KS ജില്ലാ വൈസ് പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടും പിന്നീട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടും ഏറ്റവും പ്രായം കുറഞ്ഞ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടും ഇദ്ദേഹം വന്നിട്ടുണ്ട്. എറണാകുളം ജില്ലയുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്രാവശ്യവും ഈ എൽദോസ് കുന്നപ്പള്ളി പെരുമ്പാവൂരിൽ നിൽക്കുകയും വിജയിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ മന്ത്രിയാകാൻ വരെ സാധ്യതയുള്ള ഒരാളായിരുന്നു. ഇതിനർത്ഥം നമ്മൾ മനോജ് മൂത്തേടൻ മോശക്കാരാണെന്നല്ല. വളരെ സാധാരണ സാഹചര്യത്തിൽ നിന്നും വളർന്നു വന്ന് എന്നാൽ ഒരേ സമയത്ത് KSUവിലും ഒരേ സമയത്ത് യൂത്ത് കോൺഗ്രസിലും പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ് ഈ പറഞ്ഞ എൽദോസ് കുന്നപ്പള്ളിയും ഈ പറഞ്ഞ മനോജ് മൂത്തേടനും എന്ന് പറയുന്നത്. 2 ടൈം എന്ന വ്യവസ്ഥ CPM-നകത്തൊക്കെ ഉണ്ട്. പക്ഷേ കോൺഗ്രസിനകത്ത് അങ്ങനെ ഒരിക്കലും ഇല്ല. ഒരു മണ്ഡലം ഒരാൾ ഒരു പ്രാവശ്യം വിജയിച്ചു കഴിഞ്ഞാൽ പിന്നീട് അയാൾ പരാജയപ്പെടുന്ന സമയത്ത് മാത്രമേ ആ മണ്ഡലം വേറൊരാൾക്ക് കിട്ടത്തുള്ളൂ. അതാണ് കോൺഗ്രസിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഏതായാലും ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഓണാഘോഷ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ പെരുമ്പാവൂർ നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഏത് വാർത്ത വന്നു കഴിഞ്ഞാലും ആ പരിപാടികളുടെ എല്ലാം മുൻപന്തിയിൽ ഈ എൽദോസ് കുന്നപ്പള്ളി എന്ന XMLA ഉണ്ടാവും. അപ്പോൾ പെരുമ്പാവൂരുകാരോട് ഇപ്പോൾ ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പെരുമ്പാവൂർ ഇപ്പോൾ 2 MLA-മാരുണ്ടെന്ന് പറയുന്നത്. ഒരു MLA അല്ല, 2 MLA. ഒന്ന് XMLA-യും ഒന്ന് ഇപ്പോൾ നിലവിലത്തെ MLA ആയിട്ടുള്ള മനോജ് മൂത്തേടനും കഴിവില്ലാത്ത ആളൊന്നുമല്ല, നല്ല കഴിവുള്ള നല്ല ഒരു കക്ഷിയാണ് ഈ മനോജ് മൂത്തേടൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ പെരുമ്പാവൂരുകാരെ സംബന്ധിച്ചിട്ട് അവർക്ക് 2 MLA ഉണ്ട് എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ട് തന്നെ കണക്കാക്കേണ്ടിയിരിക്കുന്നു. ഇനിയിപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൽദോസ് കുന്നപ്പള്ളിയോട് കാണിച്ചിരിക്കുന്ന ഒരു നീതികേടുണ്ട്. ഈ നീതികേടിന് പകരമായിട്ട് അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിട്ട് എന്താണ് എന്ന് ചോദിച്ചാൽ എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആക്കുക എന്നുള്ളതാണ്, DCC പ്രസിഡന്റ് ആക്കുക എന്നുള്ളതാണ്. നമ്മൾ ആ സമയത്ത് തന്നെ കരുതിയിരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പെരുമ്പാവൂർ സീറ്റ് എൽദോസ് കുന്നപ്പള്ളിക്ക് നിഷേധിക്കുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ DCC പ്രസിഡന്റ് ആക്കാനായിട്ടുള്ള സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്നു. എന്നാൽ നേരെ മറിച്ചാണ് സംഭവിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ അദ്ദേഹത്തിന് പാർട്ടിക്കകത്ത് പ്രത്യേകിച്ച് സ്ഥാനങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ഥാനങ്ങളൊന്നുമില്ല. പിന്നീട് ഇനിയിപ്പം ഏതെങ്കിലും ബോർഡോ കോർപ്പറേഷനോ ഇപ്പോൾ KTDC പോലെയുള്ള സുപ്രധാനമായിട്ടുള്ള ഏതെങ്കിലും ഒരു കോർപ്പറേഷൻ കിട്ടുകയാണെങ്കിൽ അതും അദ്ദേഹത്തിനെ സംബന്ധിച്ചിട്ട് വലിയൊരു കാര്യമായിരിക്കും. അപ്പോൾ നീതികേട് കാണിച്ചിട്ടുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ നീതികേട് കോൺഗ്രസ് പാർട്ടി കാണിച്ചിട്ടുള്ള ഒരു നേതാവാണ് എൽദോസ് കുന്നപ്പള്ളി.
കുന്നപ്പള്ളി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മികച്ചതായിരുന്നു. എല്ലാ പരിപാടികളിലും എൽദോസ് കുന്നപ്പള്ളിയുടെ പ്രസൻസ് ഉണ്ടായിരുന്നു. എവിടെയെങ്കിലും ഈ കഴിഞ്ഞ 10 വർഷക്കാലം അദ്ദേഹം MLA ആയിട്ടിരിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും അദ്ദേഹത്തിന് ഒരു പ്രസൻസ് ഇല്ലാത്തൊരു പ്രോഗ്രാം നമ്മൾ കണ്ടിട്ടുണ്ടോ? എല്ലാ സ്ഥലങ്ങളിലും ഓടിയെത്തുന്നു. അതുകൂടാതെ തന്നെ ഒരു കാര്യം മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഗ്രാമയാത്ര എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യാത്ര നടത്തിയിരുന്നു. ആ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ വഴികളിലൂടെയും നടന്ന് മുഴുവൻ വീടുകളിലും എത്തി ആ വീടുകളിലെ എല്ലാ പ്രശ്നങ്ങളും ചോദിച്ചറിഞ്ഞ് ആ നാടിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ചോദിച്ചറിഞ്ഞ് അതേ രീതിയിൽ സജീവമായിട്ട് നിന്നിരുന്ന ഒരു MLA ആണ് എൽദോസ് കുന്നപ്പള്ളി. അപ്പോഴാണ് അദ്ദേഹത്തിന് നിർഭാഗ്യവശാൽ ഒരു കേസ് വരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കുന്നു. അപ്പോഴും കോൺഗ്രസ് പാർട്ടിക്ക് ഉത്തരമില്ലാത്ത ഒരു ചോദ്യമുണ്ട്. PK ശശിക്ക് സീറ്റ് നൽകാമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റ് കൊടുക്കാൻ പാടില്ല? അല്ല, അത് അന്ന് തന്നെ അത്യാവശ്യം വാർത്തയായ ഒരു വിഷയമാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കോൺഗ്രസിനകത്ത് ഒരു പ്രാവശ്യം നമ്മൾ തോറ്റുപോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പതുക്കെ ഒന്ന് പിൻവാങ്ങി നിന്ന് കഴിഞ്ഞാൽ, അതോടുകൂടി അയാളുടെ രാഷ്ട്രീയ ഭാവി, കാരണം ഒരുപാട് ആളുകൾ ഇങ്ങനെ നിൽക്കുകയാണ്, അവസരത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ നിൽക്കുകയാണ്. ഒരേ സമപ്രായത്തിൽ തന്നെ വളർന്നു വന്നിട്ട് നീതികേട് നേരിടേണ്ടി വന്നിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ശരിക്കും കോൺഗ്രസിന് വേണ്ടിയിട്ട്, യൂത്ത് കോൺഗ്രസിന് വേണ്ടിയിട്ടും KSUവിനും ഒക്കെ വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ അലോഷ്യസിൻ്റെ കാര്യം തന്നെ നോക്കൂ. അലോഷ്യസ് KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ എത്രത്തോളം വിജയമായിരുന്നു എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് അദ്ദേഹം KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ്. ആ KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷന് മത്സരിക്കാനായിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സീറ്റില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ കൃത്യമായിട്ട് അക്കോമഡേറ്റ് ചെയ്യേണ്ടതല്ലേ? കൃത്യമായിട്ട് എവിടെയെങ്കിലുമൊക്കെ അക്കോമഡേറ്റ് ചെയ്യേണ്ടതല്ലേ? ഏതെങ്കിലും ഒരു കോർപ്പറേഷനിലോ അതല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹിയായിട്ടോ ദേശീയ നേതൃത്വത്തിലേക്കോ ഒക്കെ അദ്ദേഹത്തെ പരിഗണിക്കേണ്ടതല്ലേ? പരിഗണിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഒരുപാട് നീതികേട് ഇന്ന് കോൺഗ്രസ് പാർട്ടിക്കകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. ഏതായാലും നമ്മളിപ്പോൾ ഈ ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനോജ് മുത്തട്ടൻ വളരെയധികം കെയർ ചെയ്യേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു അവസരത്തിൽ അദ്ദേഹം ഒന്ന് ബാക്കടിച്ചു കഴിഞ്ഞാൽ അവിടെ എല്ലാ പരിപാടികളിലും ഇടിച്ചു കയറി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവിടുത്തെ വിവാഹത്തിൽ, മരണത്തിൽ, എന്തിനേറെ പറയുന്നു മാമോദീസയ്ക്ക്, എല്ലാ പരിപാടികളിലും, ഓണാഘോഷ പരിപാടികളിലൊക്കെ സ്ഥിരം ക്ഷണിതാവാണ് ഇദ്ദേഹം. എല്ലാ ഓണാഘോഷ പരിപാടിയുടെ ഏത് ഓണാഘോഷ പരിപാടിയുടെ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിന് മുമ്പ് എൽദോസ് കുന്നപ്പള്ളി ഉണ്ടാവും ഒരു കണ്ണട വെച്ച്. കഴിഞ്ഞ ദിവസം സാംസ്കാരിക യാത്ര, ഓണത്തോടനുബന്ധിച്ചുള്ള സാംസ്കാരിക യാത്ര സംഘടിപ്പിച്ചു. ഈ സാംസ്കാരിക യാത്രയിലും എൽദോസ് കുന്നപ്പള്ളിയും മനോജ് മുത്തേടനും അതോടൊപ്പം തന്നെ ബെന്നി ബെഹനാൻ MP-യും 3 പേരും കൂടെ ഒരുമിച്ചാണ് നിൽക്കുന്നത്. അതായത് ഒരു MP, 2 MLA, അത്രയും വലിയൊരു സൗഭാഗ്യം കൂടി പെരുമ്പാവൂരിനുണ്ട്. ഏതൊക്കെയാലും പെരുമ്പാവൂരിന്റെ വികസന സ്വപ്നങ്ങൾ കുറച്ചുകൂടി നല്ല രീതിയിൽ പൂവടയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി തീരുമാനങ്ങൾ വരേണ്ടത് ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നാണ്. ആദ്യം സംസ്ഥാനത്തിന്റെ ഒരു KPCC പ്രസിഡന്റ് ഉണ്ടാവേണ്ടതുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് കഴിഞ്ഞ 10 വർഷക്കാലം ഒരു ബോർഡ് മെമ്പർ ആകാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ ഒരു ബോർഡ് കോർപ്പറേഷൻ ചെയർമാൻ ആകാൻ സാധിക്കാത്ത ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട്, കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരുപാട് യാതനകളും കഷ്ടപ്പാടുകളും അനുഭവിച്ച ഒരുപാട് ആളുകൾ ഈ പാർട്ടിക്കകത്തുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ അവസരം നിഷേധിക്കത്തക്ക രീതിയിൽ ഇങ്ങനെ ഈ കോർപ്പറേഷൻ ബോർഡ് നിയമനങ്ങളെ നീട്ടിക്കൊണ്ടു പോകുന്നത് ശരിയായിട്ടുള്ളൊരു രീതിയല്ല. അത് ഇതിന് ശേഷമാണ് ഇനിയിപ്പോൾ താലൂക്ക് സഭ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ സ്വാഭാവികമായിട്ടും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയൊക്കെ എഴുതി കൊടുക്കേണ്ട കാര്യങ്ങളാണത്. അപ്പോൾ അതൊക്കെ വരും ദിവസങ്ങളിൽ അധികം വൈകിപ്പിക്കാതെ തന്നെ ചെയ്യേണ്ടതുണ്ട്. ആകെപ്പാടെ കോൺഗ്രസ് പ്രവർത്തകർ ഇതേ രീതിയിൽ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരുടെ വിയർപ്പ് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു മന്ത്രിസഭ കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ലഭിക്കേണ്ട അംഗീകാരങ്ങൾ അത് കിട്ടിയേ പറ്റൂ. ഇപ്പോൾ ഒരു ബോർഡ് ചെയർമാൻ വന്നു, ആ ബോർഡിന് കീഴിൽ താൽക്കാലികമായിട്ട് വരുന്ന നിയമനങ്ങൾ, അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ്റെ ചെയർമാനും വരുന്നു, ആ കോർപ്പറേഷൻ്റെ താഴെ വരുന്ന താൽക്കാലിക നിയമനങ്ങൾ, ഇതൊക്കെ ഇവർക്ക് നടത്താൻ വേണ്ടി സാധിക്കും. അത് കോൺഗ്രസ് അനുകൂല നിലപാടുള്ള ആളുകളെ തന്നെയായിരിക്കും നിയമിക്കുക. ഇപ്പോൾ CPM വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും CPM അനുകൂല നിലപാടുള്ള ആളുകളെയാണ് ഈ താൽക്കാലിക ജോലിക്കൊക്കെ നിയമിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകർക്ക് ലഭിക്കേണ്ട അവസരങ്ങളാണ്. അവർക്കല്ലാതെ കൊടിവെച്ച കാറിൽ നടക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ 140 പേർക്ക് MLA ആകാൻ പറ്റുള്ളൂ, 21 പേർക്ക് മന്ത്രിയാകാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ഇവർക്കുള്ള ഏക അവസരം എന്ന് പറയുന്നത് എന്താണ്? സംഘടനാ പ്രവർത്തനത്തിൽ നിൽക്കുക, അവിടെ നിന്ന് എന്തെങ്കിലും ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു പദവി ലഭിക്കുക, ഇതൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇതും ഒരു ഇരുതല വാളാണ്. കുറച്ചുപേരെന്തായാലും ഇവിടെയും താഴെപ്പെടും. അവർ തിരിഞ്ഞു നോക്കാതെ കൂടി നോക്കാന്നുള്ളത് കോൺഗ്രസിന് അത്യാവശ്യമാണ്. അല്ല, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം അവസരം ലഭിച്ചവർക്ക് വീണ്ടും നൽകേണ്ടതുണ്ട് എന്ന് കോൺഗ്രസ് പാർട്ടി പരിശോധിക്കണം. കാരണം നേരത്തെ MLA ആയിട്ടുള്ള ആളുകൾ, ഈ നേരത്തെ MLA ആയിട്ടുള്ള ആളുകളെ വീണ്ടും പിടിച്ച് കോർപ്പറേഷൻ്റെ ചെയർമാൻ ആക്കേണ്ടതുണ്ടോ? മറ്റുള്ളവർക്ക് അവസരം കൊടുക്കണമെന്നേ. ഇപ്പം ഞാൻ പറയട്ടെ, നമ്മുടെ എറണാകുളം ജില്ലയിൽ നിന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മുൻ MLA-മാരെ ആരെയും പരിഗണിക്കരുത്, ആർക്കും ഒരു സ്ഥാനവും കൊടുക്കരുത്. കാരണം അവർക്ക് MLA പെൻഷനുണ്ട്, അവർ MLA ആയിട്ട് ഈ നാടിനെ സേവിച്ചതാണ്. ഇനി അവർ വിശ്രമിക്കട്ടെ, ഇനി അവർ സംഘടനാ പ്രവർത്തനത്തിൽ ഏർപ്പെടട്ടെ. അതിൽ എൻ്റെ ഒരു മര്യാദ എന്ന് പറയുന്നത്. അല്ലാതെ കുറേ ആളുകൾ മാത്രം സ്ഥിരം സംഘടനാ പ്രവർത്തനമായിട്ട് നടക്കാനും ചില ആളുകൾ അധികാരത്തിന്റെ മധുരം നുകരാനും ഇരുന്ന് എങ്ങനെയാണ് ശരിയാവുക? കോൺഗ്രസിൽ കാലങ്ങളായിട്ട് നിൽക്കുന്ന ഒരു അത് കോൺഗ്രസിനകത്തുള്ള ഒരു സംഭവം തന്നെയാണ്. ഞാൻ പറഞ്ഞത് CPM-നകത്തൊക്കെ ടൈം വ്യവസ്ഥയുണ്ട്. 2 ടൈം കഴിഞ്ഞാൽ മാറിക്കൊടുക്കണം.
എന്നാൽ കോൺഗ്രസിനകത്ത് അങ്ങനെ ടൈം വ്യവസ്ഥയൊന്നുമില്ല. ഒരാൾ ഒരു സ്ഥലത്ത് MLA ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയി കഴിഞ്ഞാൽ, ജില്ലാ പഞ്ചായത്തിന്റെ പിന്നെ അങ്ങോട്ട് ഓരോ വർഷം അൾട്ടർനേറ്റീവ് മാറുന്നുണ്ട്, വാർഡുകൾ മാറുന്നുണ്ട്. ആയി കഴിഞ്ഞാൽ പിന്നെ അയാൾ തന്നെയാണ്, അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒരാൾക്ക് പിന്നെ അവിടെ സ്ഥാനമില്ല. പിന്നീട് അയാൾ ഒന്നെങ്കിൽ തോൽക്കണം, അല്ലെങ്കിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകണം. എന്നാൽ മാത്രമേ ആ സീറ്റ് മറ്റൊരാൾക്ക് കിട്ടത്തുള്ളൂ. അതുവരെ ആ നാട്ടിൽ പ്രവർത്തിക്കുന്ന പല ആളുകളുടെ അവസരം നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ അവസരം നഷ്ടപ്പെട്ടിട്ട് നിരാശരായിട്ട് നിൽക്കുന്ന എത്രയോ ആളുകളുണ്ടെന്നറിയോ? ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഏതൊക്കെയാലും പെരുമ്പാവൂരിൽ 2 MLA മാരുണ്ട്. ഈ 2 MLA മാർ തമ്മിൽ യുദ്ധമുണ്ടാകാതെ സമാധാനത്തോടുകൂടി ആ നാടിൻ്റെ വികസനത്തിന് വേണ്ടി പോകുമോ ഇല്ലയോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതൊക്കെയാലും കഴിഞ്ഞ 10 വർഷക്കാലം പെരുമ്പാവൂരിൽ ഉണ്ടായിരുന്നത് വികസനം എന്താണ് എന്ന് പെരുമ്പാവൂരുകാരെ അറിയിച്ചിട്ടുള്ള എൽദോസ് കുന്നപ്പള്ളി എന്നൊരു MLA ആയിരുന്നു. ഇപ്പോൾ ഉള്ള മനോജ് മൂത്തേടനും അത്ര മോശക്കാരനാണ് എന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. എന്നാലും അദ്ദേഹത്തിന് മത്സരിക്കേണ്ടി വരുന്നത് എൽദോസ് കുന്നപ്പള്ളിയോടാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക. എല്ലാ വിഷയങ്ങളിലും സജീവമായി ഇടപെട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എൽദോസ് കുന്നപ്പള്ളി എന്ന് പറയുന്നത്. അതുകൊണ്ട് മനോജ് മൂത്തേടൻ ജാഗ്രതയും, ex MLA യും പ്രസന്റ് MLA ആയിട്ട് പെരുമ്പാവൂർ കളത്തിലുണ്ട് എന്നുള്ള കാര്യം മറക്കണ്ട.